हिंदी क्लास में सबको स्वागत। आज हम यशपाल की एक कहानी फूलों का कुर्ता पढ़ेंगे। यशपाल आधुनिक हिंदी साहित्य में प्रगतिशील विचारधारा के साहित्यकार हैं। यशपाल ആരാണ്? यशपाल प्रगतिशील പുരോഗമനവാദിയായ ഒരു സാഹിത്യകാരനാണ്। वे विद्यार्थी जीवन से ही क्रांतिकारी आंदोलन में जुड़े रहे। വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ വിപ്ലവകര പ്രസ്ഥാനങ്ങളിൽ മുഴുകിയിരുന്നു। मार्क्सवादी विचार दर्शन से प्रभावित होने के कारण सामाजिक प्रगति और जीवन संघर्षों से उनकी अटूट आस्था थी। മാർക്സ്വാദിൻ്റെ സ്വാധീനം കൊണ്ട് അദ്ദേഹം സാമൂഹ്യപരമായ ഉന്നതിക്ക് വേണ്ടിയിട്ടും ജീവിത സമരത്തിനോടും അദ്ദേഹത്തിന് ഭയങ്കരമായ താല്പര്യമായിരുന്നു। സമൂഹത്തിൻ്റെ ഉന്നതിയാണ് ആഗ്രഹിച്ചിരുന്നത്। ഉൻകെ പ്രമുഖ ഉപന്യാസ് ഹേ झूठा सच, दिव्या, देशद्रोही, दादा कॉमरेड, मेरी तेरी उसकी बात आदि। ഉപന്യാസം എന്ന് പറഞ്ഞാൽ നോവൽ, അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപന്യാസങ്ങൾ നോവൽ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്। झूठा सच, ദിവ്യ, ദേശദ്രോഹി, ദാദാ കോമ്രേഡ്, മേരി തേരി ഉസ്കി ബാത് മുതലായവ। മേരി തേരി ഉസ്കി ബാത് पर उन्हें സാഹിത്യ അക്കാദമി പുരസ്കാർ മിലാ ഹേ। ഈ ഒരു രചനയ്ക്ക്, ഈ ഒരു ഉപന്യാസം എന്ന് പറഞ്ഞാൽ നോവൽ, ഈ നോവലിന് മേരി തേരി ഉസ്കി ബാത് എന്ന് പറഞ്ഞ ഈ നോവലിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാർ ലഭിച്ചിരിക്കുന്നുണ്ട്। ഫൂലോ കാ കുർത്ത, മക്രീൽ, ജ്ഞാൻദാൻ, പരായ സുഖ്, സച്ച് ഭൂൽനെ കി ഭൂൽ, പർദ, ധർമ്മയുദ്ധ് ആദി ഉൻകി പ്രസിദ്ധ കഹാനിയാം ഹേ। കഹാനി എന്ന് പറഞ്ഞാൽ സ്റ്റോറി, പ്രധാനപ്പെട്ട സ്റ്റോറീസാണ് ഫൂലോ കാ കുർത്ത, ഇപ്പം നമുക്ക് പഠിക്കാനുള്ളതാണ് മക്രീൽ, ജ്ഞാൻദാൻ, പരായ സുഖ്, സച്ച് ഭൂൽനെ കി ഭൂൽ, പർദ മുതലായവ। इनमें फूलों का कुर्ता छोटी सी लोकप्रिय कहानी है। നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഫൂലോ കാ കുർത്ത എന്ന് പറഞ്ഞ സ്റ്റോറി അത് ചെറിയ ഒരു ലോകപ്രിയ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ ഒരു സ്റ്റോറിയാണ്। ഇസ് കഹാനി കാ സാരാംശ് മേം ബത്താവുങ്കി, ഈ കഥയുടെ സാരാംശമാണ് ഞാനിനി പറയുന്നത്, സമ്മറിയാണ്। ഇസ് കഹാനി കാ പ്രമുഖ പാത്ര ഹേ ഫൂലോ। ഫൂലോ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഇതിൽ ഈ കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞ കഥാപാത്രം। वो बंगू साह की 5 साल की लड़की है। അവൾ ആരാണ്? ബംഗു സാഹ്, അദ്ദേഹത്തിൻ്റെ 5 साल की लड़की है, 5 വർഷം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഫൂലോ। ബംഗു സാഹ് ഗാവ് കാ ഏക് ദുകാൻദാർ ഹേ। ബംഗു സാഹ് ആരാണ്? ആ ഗ്രാമത്തിലെ ഒരു ദുകാൻദാറാണ്। ദുകാൻദാർ എന്ന് പറഞ്ഞാൽ ഷോപ്പ് കീപ്പർ, കടക്കാരനാണ്। ഇനി അദ്ദേഹത്തിൻ്റെ കട എങ്ങനെയുള്ളതാണെന്ന് നോക്കാം। छप्पर से छाई इस दुकान में सभी आवश्यक चीज़ें बिकते हैं। ഛപ്പർ എന്ന് പറഞ്ഞാൽ ഓല മേഞ്ഞിട്ടുള്ളതായ റൂഫ്, മേൽക്കൂര, ഓല മേഞ്ഞ മേൽക്കൂരയോടുകൂടിയതാണ് ഈ ദുകാൻ। അവിടെയാണെങ്കിൽ സബീ ആവശ്യക ചീസേ ബിക്തേയും, ഈ ദുകാനിൽ, ഈ ഷോപ്പിൽ എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും, അത്യാവശ്യമായുള്ള എല്ലാ സാധനങ്ങളും വിൽക്കുന്നുണ്ട്। ബിക്കിന എന്ന് പറഞ്ഞാൽ വിൽക്കുക। ഉൻകി ദുകാൻ കാ ബരാമദ ഗാവ് കി ചൗപ്പാൽ യാ ക്ലബ് ഹേ। ആ ദുകാനിൻ്റെ ഒരു പ്രത്യേകതയാണ്, ആ ദുകാനിൻ്റെ ബരാമദയിൽ വെച്ചിട്ട്, ബരാമദ എന്ന് പറഞ്ഞാൽ വരാന്തയിലാണ് ഗാവ് കി ചൗപ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീറ്റിംഗ് കൂടുവാനുള്ള പഞ്ചായത്ത് എന്ന് പറയും। ഗ്രാമത്തിലെ പ്രധാനിയും ഗ്രാമത്തിലെ മുഖ്യനും പിന്നെ നാട്ടുകാർക്കും ചേർന്നിട്ട് അവരുടെ നാട്ടുകാരുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുവാനുള്ള ഒരു സ്ഥലമാണ്, ഓപ്പൺ എയറാണ്। ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ സിനിമയിലൊക്കെ അല്ലെങ്കിൽ ടി വിയിൽ മറ്റേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകുന്നതാണ് ഇങ്ങനെ ഒരു പഞ്ചായത്ത് കൂടുക എന്ന് പറഞ്ഞാൽ। ഇങ്ങനെ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് ആണ് ഇദ്ദേഹത്തിൻ്റെ, ഈ ദുകാൻദാറിൻ്റെ ഈ ബരാമദ, ഈ ദുകാനിൻ്റെ ബരാമദ। बरामदे के सामने पीपल वृक्ष के नीचे बच्चे खेलते हैं। ഈ ദുകാനിൻ്റെ ബരാമദയുടെ മുമ്പിൽ തന്നെ പീപ്പൽ കാ ഏക് വൃക്ഷ ഹേ। പീപ്പൽ എന്ന് പറഞ്ഞാൽ ആൽമരമുണ്ട്। ആ മരത്തിൻ്റെ ചുവട്ടിൽ ബച്ചേ ഖേൽത്തേ ഹേ, കുട്ടികൾ കളിക്കുകയും ആണ്।
ഔർ ഢോർ ബൈഠക്കർ ജുഗാലി കർത്തേ ഹെ. ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഒരു ഭാഗത്ത് കുട്ടികൾ കളിക്കുന്നു. പിന്നീട് ഢോർ എന്ന് പറഞ്ഞാൽ കാറ്റിൽ, കന്നുകാലികൾ അവിടെ കിടന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ജുഗാലി കർത്തേ ഹെ. ജുഗാലി കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പശുവിനൊക്കെ അയവിറക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഭക്ഷണം കഴിച്ചിട്ട് പകുതി ചവച്ചിട്ട് അത് വിഴുങ്ങുന്നു. അത് പിന്നീട് വെറുതെ അവിടെ കിടക്കുമ്പോഴുണ്ടാകും അങ്ങനെ അയവിറക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനാണ് അയവിറക്കുക എന്നതാണ് ജുഗാലീകരണ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കന്നുകാലികൾ അവിടെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. कहानीकार कॉलेज में छुट्टी मिलते ही व्यस्त नगर जीवन से भागकर गाँव चले आते हैं. നമ്മുടെ കഹാനിക്കാരായ യശ്പാൽ കോളേജ് മേ ചുട്ടി മിൽത്തേ ഹി, കോളേജിൽ അവധിയായത് കാരണം വ്യസ്ത് നഗരജീവൻ സേ ഭാഗകർ, ബിസി ആയിരിക്കുന്ന നഗരജീവിതം, എപ്പോഴും തിരക്കി പിടിച്ചിരിക്കുന്നതാണ് ആ നഗരജീവിതത്തിൽ നിന്നും മാറിയിട്ട് ഗ്രാമത്തിലേക്ക് വന്നു. അപ്പോൾ ഗ്രാമത്തിലൂടെ നടക്കുന്ന ഒരു കഥയാണ് ഇത്. ഏക് ദിൻ സുബഹ് സേ ജോർ കി ബാരിഷ് ഹോ രഹി തി. ഒരു ദിവസം സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ജോർ കി ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ, ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഹാനിക്കാർക്കോ കഹീം ബാഹർ ജാന അസംഭവത്ത, കഹാനിക്കാറിന് മറ്റെവിടെയെങ്കിലും പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായി. അസംഭവ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ. इसलिए एक പ്രഗതിശീൽ ലേഖക കാ ഉപന്യാസ് പഠി രഹാ താ. അതുകൊണ്ട് പുറത്തെവിടെയും പോകാൻ പറ്റാത്തത് കൊണ്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ഒരു പ്രഗതിശീൽ പുരോഗമനവാദിയായ ലേഖകൻ്റെ ഒരു നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഉസേ അധൂര ഛോഡ് ദിയ क्योंकि उसमें मानवता और नैतिकता पर आधारित സംസ്കൃതി नहीं थी. ഒരു ഉപന്യാസം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നോവൽ അവിടെ പകുതിക്ക് നിർത്തി. അധൂര എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ്, അപൂർണമാക്കിക്കൊണ്ട് അവിടെ വെച്ചു. പിന്നീട് അത് വായിച്ചില്ല. എന്തുകൊണ്ടാണ് അത് ഇൻകംപ്ലീറ്റ് ആക്കിയത്, അത് കംപ്ലീറ്റ് ആക്കാതിരുന്നത്? क्योंकि उसमें മാനവത और നൈതികത पर ആധാരിത സംസ്കൃതി നെഹിം തി. അതിൽ മാനവത എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം നിറഞ്ഞതും, നൈതികത എന്ന് പറഞ്ഞാൽ മൊറാലിറ്റിയും ബേസ് ചെയ്തിട്ടുള്ള ഒരു സംസ്കാരം അതിലില്ല. അപ്പോൾ സംസ്കാരം മോശമായതുകൊണ്ട് ആ ഉപന്യാസം അവിടെ ഇൻകംപ്ലീറ്റ് ആക്കി അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇൻകെ ബദലെ സ്വാർത്ഥത और മാർപീട്ട് की കഹാനി थी. ഇതിന് പകരം സ്വാർത്ഥത और മാർപീട്ട് की കഹാനി थी. അതിൽ സ്വാർത്ഥതയും और മാർപീട്ട് അടിപിടിയുടെയും കഹാനി ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാരിഷ് थमकर ധൂപ് നിക്കൽ ആയി. ബാരിഷ് ഥമിന എന്ന് പറഞ്ഞാൽ നിൽക്കുക, സ്റ്റോപ്പായി. മഴ നിന്നതിന് ശേഷം അവിടെ ധൂപ് നിക്കൽ ആയി. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ പരന്നു. മഴ അവിടെ തീർന്നു, അതിനുശേഷം വെയിൽ പരന്നു. ഘർമേം ദവായി കെലിയെ അജവായിൻ കി ജരൂരത്ത് തി. വീട്ടിലാണെങ്കിൽ ദവായി എന്ന് പറഞ്ഞാൽ മരുന്ന്, മെഡിസിനിന് വേണ്ടിയിട്ട് അജവായിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയമോദകം എന്ന് പറയും. മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണത്. അതിൻ്റെ ആവശ്യം വന്നു, അയമോദകത്തിൻ്റെ ആവശ്യം വന്നു. ഉസേ ഖരീദിനെ കെ ലിയെ ബംഗൂ സാഹ് കി ദുകാൻ മേ ഗേ. നമ്മുടെ കഹാനിക്കാർ അത് വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് ബംഗൂ സാഹിൻ്റെ കടയിലേക്ക് ചെന്നു. ദുകാൻ കി ബരാമദേ മേ കുച്ച് ഭലേ ആദ്മി ബൈഠേ थे. ദുകാനിൻ്റെ വരാന്തയിൽ കുറച്ച് നല്ല മനുഷ്യരും, ഭല ആത്മി എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരും കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സാമനെ ഗാവ് കെ ബച്ചെ ഖേൽ രഹേ थे. അപ്പോൾ അതിന് മുമ്പിൽ തന്നെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉന്മേം ബംഗൂ സാഹ് കി ലടുക്കി ഫൂലോ ഭീ തി. ആ കുട്ടികളിൽ ബംഗൂ സാഹിൻ്റെ മോള് അവൾ ഫൂലോ കൂടി അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഫൂലോ ഏക്ക് കുർത്ത പഹനീത്തി. ഫൂലോ ധരിച്ചിരിക്കുന്നത്, പഹനീന എന്ന് പറഞ്ഞാൽ ധരിക്കുക. ക്യാ പഹനീത്തി, എന്താണ് അവൾ ധരിച്ചിരുന്നത്? ഏക്ക് കുർത്ത, ഒരു കുർത്തയാണ് അവൾ ഇട്ടിരിക്കുന്നത്. ഏക്ക് കന്ധേസെ ലടക്കാത്ത വഹ്, ആ
കുർത്ത. ആ കുർത്ത കന്ധേസി, കന്ധ എന്ന് പറഞ്ഞാൽ ഷോൾഡർ, ഷോൾഡറിലൂടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയില്ല. ടക്കിന, ലടക്കിന എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുക. അങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ശരിയായ രീതിയിൽ അത് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫൂലോ കി സഗായി ചൂല ഗാവ് കെ സന്തു സെ ഹോ ഗയി തി. ഫൂലോ കി സഗായി, സഗായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ നിശ്ചയം, എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഫൂലോൻ്റെ എൻഗേജ്മെൻറ്റ് ചൂല എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ സന്തു സെ ഹോ ഗയി തി. സന്തു എന്ന് പറഞ്ഞ ഒരു ചെറുക്കനുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. സന്തു 7 വർഷക്കാലെടുക്കാത്ത, സന്തു ആരാണ്? 7 വയസ്സേ അവനുമുള്ളൂ. അങ്ങനെയുള്ള ഒരു ചെറുക്കനാണ് സന്തു. वह अपने घर के भैंसे, गाय, बैल आदि को चराने के लिए हाथ में छड़ी लेकर निकलता था. അവൻ സാധാരണ ചെറിയ കുട്ടിയാണ്, 7 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവൻ സാധാരണ എന്ത് ചെയ്യാറുണ്ട്? വീട്ടിലുള്ള ഭൈസ എന്ന് പറഞ്ഞാൽ ബഫലോ, പോത്ത്, അതിനെയും ഗായ് പശു, और ബൈൽ എന്ന് പറഞ്ഞാൽ ഓക്സ്, കാള. അപ്പോൾ ഇങ്ങനെയുള്ള മൃഗത്തെയൊക്കെ ചരാന എന്ന് പറഞ്ഞാൽ മേയ്ക്കുവാൻ വേണ്ടി ഹാത്തുമേ ചടി ലേക്കർ നിക്കൽത്താത്ത, കയ്യിൽ ഒരു ചടി എന്ന് പറഞ്ഞാൽ വടി, ഒരു വടിയുമായിട്ടാണ് നടക്കാറുള്ളത്, അതിന് മേച്ച് നടക്കുന്നത്. बंगू साहू की दुकान के सामने पीपल वृक्ष के नीचे बच्चों को खेलते देखकर संतु भी वहाँ आया. ബംഗു സാഹിൻ്റെ ദുക്കാനിൻ്റെ മുമ്പിൽ പീപ്പൽ മരത്തിൻ്റെ ചുവട്ടിൽ, പീപ്പൽ എന്ന് പറഞ്ഞാൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് സന്തുവും അവിടെ വന്നു. സുനാർ കാ ഏക് 6 ബരസ് കാ ലഡ്ക ഹരിയ ചില്ലാനെ ലഗ. അവിടെ ഉണ്ടായിരുന്ന സുനാർ കാ ഏക് ലഡ്ക ഹേ ഹരിയ. സുനാർ എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്മിത്തിൻ്റെ മകനാണ് ഹരിയ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ വയസ്സാണെങ്കിൽ 6 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളാണ് അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം സന്തുവിനെ കണ്ടു. സുനാറിൻ്റെ മകൻ എന്തു പറഞ്ഞു? ഹരിയ എന്തു പറഞ്ഞു? ഉറക്കെ ചില്ലാന എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറയുക. എന്ത് വിളിച്ചു പറയാൻ തുടങ്ങി? ഫൂലോ കാ ദൂൽഹ ആയ. ഫൂലോൻ്റെ ദൂൽഹ എന്ന് പറഞ്ഞാൽ വരൻ. ഫൂലോൻ്റെ വരൻ വന്നു എന്നിങ്ങനെ ഉറക്കെ അവൻ വിളിച്ചു പറഞ്ഞു. ഇസി പ്രകാർ അന്യ സഭി ബച്ചോം കെ ചില്ലാനെ സെ ഫൂലോ ലജാഗി. അതേപോലെ മറ്റുള്ള കുട്ടികളൊക്കെ ഇതേപോലെ ഫൂലോ കാ ദൂൽഹ ആയ എന്നുറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ ഫൂലോന് ലജ്ജ വന്നു, നാണം വന്നു. സംസ്കാരോനെ ഫൂലോ കോ സമझा दिया था कि दूल्हा को देखने पर लज्जा से मुँह ढक लेना चाहिए. സംസ്കാരം കൾച്ചർ, സംസ്കാരം എന്ന് പറയാം, അല്ലെ സംസ്കൃതി എന്നും പറയും. സംസ്കാരം എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? ദൂൽഹാ കോ ദേഖിനെ പർ ലജ്ജ സെ മുഹ് ഢക് ലേനാ ചാഹിയേ. ദൂൽഹേനെ കണ്ടാൽ, വരനെ കണ്ടു കഴിഞ്ഞാൽ, പ്രതിശ്രുത വരനാണല്ലോ, അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ ലജ്ജ കൊണ്ട് മുഖം മറക്കുക. ഢഗിന എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക, മൂടുക എന്ന്, മുഖം മറക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ ഗ്രാമത്തെ സംസ്കാരം ഇങ്ങനെയാണ്. इसलिए फूलों ने दोनों हाथों से अपने कंधे पर लड़के कुर्ते का आंचल उठाकर अपना मुख छिपा लिया. അതുകൊണ്ട് തന്നെ ഫൂലോം എന്ത് ചെയ്തു? ഫൂലോനെ ദോനോം ഹാത്തോം സെ 2 കൈകൾ കൊണ്ടും അപ്പിനെ കന്ധേ പർ ലടക്കെ കുർത്തേക്ക തൻ്റെ ഷോൾഡറിൽ തൂങ്ങിക്കിടക്കുന്നതായ ആ കുർത്തേനെ ആഞ്ചൽ ഉടാകർ, കുർത്തേൻ്റെ ആഞ്ചൽ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ അറ്റമാണ്. ഇപ്പോൾ കുർത്തയുടെ ഒരറ്റം എടുത്തിട്ട് എന്ത് ചെയ്തു? അപ്പിന മുഖ് ചിപ്പാലിയ, തൻ്റെ മുഖം ഒന്ന് മറച്ചു. ഇപ്പോൾ കുർത്ത എടുത്തു, താൻ ഇട്ടിരിക്കുന്ന കുർത്തയാണ്. ആ കുർത്തയുടെ ഒരു അറ്റം പിടിച്ചിട്ട് അവളുടേതായ മുഖം മറച്ചു. അവിടെ നടക്കുന്ന ഒരു സംസ്കാരമാണ് ഇങ്ങനെ. വഹാം ബൈഠേ ഭലേ ആദ്മി ഫൂലോ കി ലജ്ജ കോ ദേഖ്കർ കഹ് കഹാ ലഗാകർ ഹസ്പടേ. ആ ദുക്കാനിലിരിക്കുന്നതായ ഭലയാത്മി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ
നല്ല മനുഷ്യർ എന്ത് ചെയ്തു? ഫൂലോ കി ലജ്ജാക്കോ ദേക്കർ, ഫൂലോവിൻ്റെ ലജ്ജ കണ്ടിട്ട് ഉറക്കെ കഹ് കഹാ ലഗാകർ ഹസ്പടെ, കഹ് കഹാ ലഗാന എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക, ഉറക്കെ പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. കാക്ക രാം സിംഹിനെ ഫൂലോക് സെ കുർത്ത നീച്ച് കർണേക്കു കഹ. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫലാത്മിയാണ്, ആ ഫലാത്മിയൻ്റെ പേരാണ് കാക്ക രാം സിംഗ്. ആ ഫലാത്മി എന്ത് പറഞ്ഞു? ഫൂലോനോട് പറഞ്ഞു, കുർത്ത നീച്ച് കർണേക്കു കഹ, കുർത്ത അങ്ങനെ താഴ്ത്തിയേക്കു, ഇങ്ങനെ മുഖം മറക്കേണ്ട, അത് പഴയ രീതിയാണ്, നമ്മുടെ പഴയ സംസ്കാരമാണ് ഇങ്ങനെ, ഇന്നത്തെ കാലം മാറി എന്ന രൂപത്തിൽ ഇങ്ങനെ മോഡേൺ ആയിക്കൊണ്ട് സംസ്കാരം നിറഞ്ഞ ഒരു ആളായി മാറുവാൻ വേണ്ടി രാം സിംഗ് ഇങ്ങനെ പറഞ്ഞു. बंगू साह की दुकान से लौट आते समय कहानीकार फूलों की सरलता पर चिंतित हो जाते हैं. ബംഗു സാഹിൻ്റെ കടയിൽ നിന്ന് മജവായിൻ വാങ്ങിച്ചു തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ലൗട്ടിന എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, ടു റിട്ടേൺ, ഇങ്ങനെ തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ കഹാനിക്കാർ ഫൂലോ കി സരളത പർ ചിന്തിത് ഹോ ജാതേഹിം, ഫൂലോവിൻ്റെ ആ സരളത, സിംപ്ലിസിറ്റി, ആ ഒരു ലാളിത്യം കണ്ടിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. വേ സോചത്തെ ഹേം കി പരിസ്ഥിതിയാം ബദലി ഹേ, അപ്പോൾ കഹാനിക്കാർ ചിന്തിക്കുകയാണ്, പരിസ്ഥിതിയാം ബദലിഹെ, പരിസ്ഥിതി മാറിയിരിക്കുന്നു, ഇന്നത്തെ ചുറ്റുപാടുകൾ മാറിയിരിക്കുന്നു. ലേക്കിൻ പരമ്പരാഗത സംസ്കാർ സെ നൈതികത ഔർ ലജ്ജാ കി രക്ഷാ ഹോത്തി രഹത്തി ഹെ, എങ്കിലും പരമ്പരാഗതമായ പണ്ട് മുതൽ ചെയ്തു പോകുന്ന പരമ്പരാഗതമായ സംസ്കാരം നൈതികത ഔർ ലജ്ജാ കി രക്ഷാ ഹോത്തി രഹത്തി ഹെ, ആ സംസ്കാരം കാരണം ഇന്നും നൈതികതയും ലജ്ജയും ഇതേപോലെ തുടർന്നു കൊണ്ടുപോകുന്നു. പഴയ സംസ്കാരമാണ് നമ്മൾ ഇന്നും വെച്ച് പുലർത്തുന്നത് എന്നാണ് തിരിച്ചു വരുമ്പോൾ, തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ യേശപ്പാൽ എന്ന നമ്മുടെ കഹാനിക്കാർ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കഥയുടെ ഇതിൻ്റെ വിശേഷതയാണ്. അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് യേശപ്പാൽ എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, യേശപ്പാൽ ആരാണെന്ന് പറഞ്ഞു, പുരോഗമനവാദിയായ ഒരു കഹാനിക്കാരാണ്, ഒരു സാഹിത്യകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിലും നമ്മൾ കാണാൻ പറ്റുന്നത് പുരോഗമനമായ ആശയങ്ങളാണ് കാണുക. അപ്പോൾ ഈ കഥയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് നോക്കാം, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. इस कहानी में कहानीकार फूलो नामक छोटी लड़की के द्वारा परंपरागत संस्कारों के पालन करने का दृश्य प्रस्तुत करते हैं. ഈ കഥയിലൂടെ ഫൂലോ എന്ന് പറഞ്ഞ പെൺകുട്ടി, അവളിലൂടെ പരമ്പരാഗതമായ സംസ്കാരത്തെ പാലിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്, കാണിച്ചു തരുന്നത്. साथ ही പ്രഗതിശീൽ ലേഖക की राय भी प्रकट करते हैं. ഒരു അതോടൊപ്പം തന്നെ പ്രഗതിശീൽ ലേഖകൻ്റെ, പുരോഗമനവാദിയായ ഒരു ലേഖകൻ്റെ അഭിപ്രായവും ഇവിടെ നമുക്ക് പ്രകടമാക്കി തരികയാണ്. എന്താണ് പുരോഗമനവാദിയായ ഒരു ലേഖകൻ്റെ അഭിപ്രായം? അവർ സാമാജിക് കുരീതിയും അവർ അന്ധവിശ്വാസവും കാ വിരോധ കർത്തേയും. ഇങ്ങനെയുള്ള സാഹിത്യകാരന്മാർ, യേശപ്പാലിനെ പോലെയുള്ള പുരോഗമനവാദിയായ സാഹിത്യകാരന്മാർ സാമാജിക് കുരീതിയും, കുരീതി എന്ന് പറഞ്ഞാൽ രീതി, സമ്പ്രദായം, കുരീതി എന്ന് പറഞ്ഞാൽ മോശം സമ്പ്രദായങ്ങൾ, ഇങ്ങനെ സാമൂഹ്യപരമായ മോശം സമ്പ്രദായങ്ങളെയും അവർ അന്ധവിശ്വാസങ്ങളെയും എതിർത്തിരുന്നു. പണ്ട് നടന്നുകൊണ്ടിരുന്നതായ നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്ന ഒരു പുരോഗമനവാദിയാണ് യേശപ്പാൽ. ആ ചിന്തയും ഈ സ്റ്റോറിയിലൂടെ നമുക്ക് പ്രകടമാകുന്നതാണ്. വേ ബദലി പരിസ്ഥിതിയോം കെ അനുസാർ ജീനെ കാ സന്ദേശ് ഹമേം ദേത്തേഹിം. അതുകൊണ്ട് ഇന്നത്തെ മാറിയ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ജീവിക്കുവാനുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ഇതിലൂടെ തരുന്നത്. കഥയുടെ ലാസ്റ്റ് ഭാഗത്ത് കാക്ക രാം സിംഗ് പറയുന്നുണ്ട്, ഫൂലോനോട് പറഞ്ഞു, കുർത്ത അങ്ങ് മാറ്റിക്കളോ, അത് മുഖം മറക്കേണ്ട, അത് മാറ്റിക്കള എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നത്തെ പരിസ്ഥിതിക്ക്, ചുറ്റുപാടിന് അനുസരിച്ചിട്ടുള്ള ഒരു സന്ദേശമാണ്, പുരോഗമനവാദിയായ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. കഥാവസ്തു യുഗാനുകൂൽ ഹീഹേ, ഇന്നത്തെ കാലഘട്ടത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു കഥാവസ്തു തന്നെയാണ് ഇതിലുള്ളത്.